ഒരു നിലവിലെ സാഹചര്യത്തിൽ മറ്റ് രാഷ്ട്രങ്ങൾ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് റഷ്യ, ചൈന പോലെയുള്ള രാഷ്ട്രങ്ങളാണ്. അവർ ഈ ഒരു നിലവിലെ സാഹചര്യം ഇങ്ങനെ നോക്കിക്കണ്ടത് നിരീക്ഷിക്കാനുള്ള സാധ്യത മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ. പ്രത്യക്ഷത്തിൽ ഇത് ഈ ഒരു ആക്രമണത്തെ നോക്കുമ്പോൾ അത് മിഡിൽ ഈസ്റ്റിനെ, അമേരിക്കയെ അല്ലെങ്കിൽ ഇറാനെ ബാധിക്കുന്ന ഒരു ആക്രമണമാണ് എന്ന് തോന്നുമെങ്കിലും ചൈന ഇതിനകത്ത് ഒരു വലിയ സെറ്റ് ബാക്ക് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് വെനസ്വേലയുടെ അടക്കം ഇറക്കിയ പണം ഇപ്പോൾ വെള്ളത്തിലായി നിൽക്കുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം. കാര്യം വെനസ്വേലയിലെ അമേരിക്കൻ നടപടി അത് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാക്കിയത് ചൈനയെ സംബന്ധിച്ചിടത്തോളമാണ്. പക്ഷെ അങ്ങനെ തിരിച്ചു വരുമ്പോൾ, ഇറാനിലേക്ക് വരുമ്പോൾ, ഇറാനിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ഇറാന് ഇനി എന്ത് സംഭവിക്കുമ്പോഴും അതും ചൈനയ്ക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയാവും. ആ കണക്കുകൂട്ടൽ കൂടി അമേരിക്കയ്ക്ക് ഉണ്ടാവും. നിലവിൽ ഈ രാഷ്ട്രങ്ങൾ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുക, ചില മുന്നറിയിപ്പുകൾ നൽകുന്നതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത നിലവിലെ പരിസ്ഥിതിയിലുണ്ടോ? സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ലോകം ബാലൻസ് ഓഫ് പവർ വ്യവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അമേരിക്കയുടെ സൈനിക ശേഷിയെയും സാമ്പത്തിക ശക്തിയെയും ബാലൻസ് ചെയ്യാൻ ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തിനും സാധിക്കില്ല. അതേസമയം റഷ്യയും ചൈനയും കൈകോർത്താൽ, റഷ്യയുടെ അസാമാന്യമായ സൈനിക ശേഷിയും ചൈനയുടെ സാമ്പത്തിക ശക്തിയും കൂടെ ഒന്നു ചേർന്നാൽ വളരെ സ്വാഭാവികമായിട്ട് തന്നെ അവർക്ക് അമേരിക്കയുടെ സൈനിക സാമ്പത്തിക ശക്തിയെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത്തരത്തിൽ ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഈ രാജ്യങ്ങൾ, ഈ വൻശക്തി രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ അധിനിവേശ ആക്രമണങ്ങൾക്കെതിരെ നിലപാടെടുക്കുമോ എന്നതാണ് പ്രധാനം. വെനിസ്വേലൻ അധിനിവേശത്തിന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു നിലപാടെടുക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, റഷ്യക്ക് ഇപ്പോഴും അസാമാന്യമായ സൈനിക ശേഷി ഉണ്ട്, ലോകത്തിലെ രണ്ടാമത്തെ സൈനിക ശക്തിയാണ്. എങ്കിലും ഉക്രൈൻ യുദ്ധത്തിൽ കെട്ടപ്പെട്ടു പോയതുകൊണ്ട് അവർക്ക് മറ്റൊരു യുദ്ധമുഖത്ത് അണിനിരക്കുവാനോ പുതിയ ആയുധങ്ങളോ അതല്ലെങ്കിൽ മറ്റ് യുദ്ധ സാമഗ്രികൾ നൽകിയോ ഇറാനെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. സാമ്പത്തികമായിട്ടും വലിയ ഉപരോധത്തെ നേരിടുന്ന റഷ്യ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ചൈനയാകട്ടെ അവരുടെ ഒരു പ്രഖ്യാപിത നയം തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന ഇത്തരം സംഘർഷങ്ങളിൽ ഇടപെടില്ല എന്നുള്ളതാണ്. ആ രാജ്യവുമായി നേരിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ ഒന്നും തന്നെ സൈനികമായോ സാമ്പത്തികമായോ ഇടപെടുന്ന ഒരു ശീലം ചൈന ഇതുവരെ കാണിച്ചിട്ടില്ല. അതേസമയം തൈവാൻ വിഷയം അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി പ്രശ്നം, ഇതൊക്കെ അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അത്തരം കാര്യങ്ങളിൽ സൈനിക നീക്കം നടത്തുകയും നിരന്തരമായ ഭീഷണി ഉയർത്തുകയോ അതല്ലെങ്കിൽ സൈനിക വിന്യാസം നടത്തുകയോ ഒക്കെ ചെയ്യുന്നതൊഴിച്ചാൽ ലോകത്തിന്റെ മറ്റിതര ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ ചൈന ഇതുവരെ ഇടപെട്ടതായിട്ട് കാണുന്നുമില്ല. പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ വെറുതെ ചേരാമെന്നല്ലാതെ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ വളരെ ക്രിയാത്മകമായി സൈനികമായി ഇടപെടാൻ റഷ്യ ചൈന കൂട്ടുകെട്ട് തയ്യാറായെങ്കിൽ മാത്രമേ അമേരിക്കൻ ശക്തിയെ അവിടെ ബാലൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള സാധ്യത വിരളമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പി ജെ വിൻസെന്റ്. താങ്കളുടെ അഭിപ്രായങ്ങൾക്ക് നിലവിലെ ഒരു സാഹചര്യത്തിൽ റഷ്യ, ചൈന പോലുള്ള വൻ ശക്തികൾ ഇതിനകത്ത് ചില കേവല അഭിപ്രായ പ്രകടനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള സൈനിക ഇടപെടലുകൾക്കുള്ള ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചില സെറ്റ് ബാക്കുകൾ ഉണ്ടാകാമെങ്കിലും അതിനപ്പുറത്തേക്ക് മറ്റിടപെടലുകൾ നിലവിലില്ല. അപ്പോൾ ഈ യുദ്ധം ആത്യന്തികമായി നടത്തിക്കൊണ്ടുപോകുന്നത് അത് ഇസ്രായേലും US തന്നെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ അവസാനിപ്പിക്കണം എന്ന കാര്യത്തിലും ഒരു തീരുമാനം അവർ തന്നെ എടുക്കേണ്ടി വരും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. അതിനപ്പുറത്തേക്ക് ഇറാന്റെ ചെറുത്തുനിൽപ്പ് എത്ര കണ്ടുണ്ടാകുമെന്നുള്ളതും പ്രാധാന്യമുള്ളതാണ്.